ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സംഘപരിവാറിൽ ഭിന്നതയുണ്ട് എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പരസ്യമായി വിമർശിച്ച് ആർ.എസ്.എസ്. ദക്ഷിണ പ്രാന്ത കാര്യകാരി സദസ്യൻ കെ ഗോവിന്ദൻകുട്ടി രംഗത്തെത്തി. ഛത്തീസ്ഗഡ് സർക്കാർ നിയമാനുസൃതം പ്രവർത്തിക്കില്ലെന്നാണോ കേരളത്തിലെ ബി.ജെ.പി. കരുതുന്നത് എന്ന് ഗോവിന്ദൻകുട്ടി ചോദിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ച് കെ.പി. ശശികലയും ടി.പി. സെൻകുമാറും രംഗത്തെത്തിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. കാരണം ഇപ്പോൾ ബി.ജെ.പിക്ക് അകത്ത് തന്നെ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ അത് മറനീക്കി പുറത്തു വരുന്നു. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അലക്സ്? രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഈ മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന ബി.ജെ.പി. അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൃത്യമായ ഒരു മറുപടി തരാൻ അല്ലെങ്കിൽ മറുപടി നൽകാൻ സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തിന് കഴിയുന്നില്ല. ഈ സംസ്ഥാന ബി.ജെ.പിയുടെ തന്നെ ക്രൈസ്തവ സമുദായത്തെ അടുപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. പക്ഷെ അതിനെല്ലാം വലിയ തിരിച്ചടിയെ മാറിയിരിക്കുന്നു. അതെല്ലാം ഒന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഒരു അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ ബി.ജെ.പി. പ്രതിനിധി സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചത്. പക്ഷെ ഇപ്പോൾ സംഘപരിവാറിനുള്ളിൽ നിന്ന് തന്നെ ബി.ജെ.പിക്ക് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സംസ്ഥാന ബി.ജെ.പി. ക്രൈസ്തവ പ്രീണനം നടത്തുന്നു എന്നാണ് ആർ.എസ്.എസും ഹിന്ദു ഐക്യവേദിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരോപിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെതിരെ ഫേസ്ബുക്കിൽ ഒളിയമ്പുമായി കെ.പി. ശശികലയും ടി.പി. സെൻകുമാറും രംഗത്തെത്തി. ആകാശത്ത് പറക്കുന്ന കുരുവിയെ കിട്ടും എന്ന വ്യാമോഹത്തിൽ കക്ഷത്തിലിരിക്കുന്ന പ്രാവിനെ കളയണോ എന്നാണ് ടി.പി. സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. പറക്കുന്ന പക്ഷി മനോഹരമാണ്, അതിനെ പിടിക്കണം, നല്ല ലക്ഷ്യമാണ്, ശരി തന്നെ. പക്ഷേ കയ്യിലുള്ളത് പറക്കാതെ നോക്കണമെന്ന് കെ.പി. ശശികലയും ഫേസ്ബുക്കിൽ കുറിച്ചു. ബി.ജെ.പിക്കകത്ത് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ അഭിപ്രായങ്ങൾ വരുന്നു, രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു. അങ്ങനെ ഗ്രൂപ്പുകളായി അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ഗതി കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അലക്സ് റാമുഹുദാണ് വിശദാംശങ്ങൾ നൽകിയത്.